problem is Navaratna Limited is desirous to purchase a business and has consulted you to know the working capital requirement. You are giving the following estimates and are instructed to add 10% to your computed figure to allow contingencies. Amount blocked up for stocks. First one, stock of finished product 5,000, stock of stores, materials, etc. 8,000. So ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സ്റ്റോക്ക് എത്രയാണ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അതേപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് തന്നിരിക്കുന്നത് 5,000 8,000. ഇത് ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി, ഇതിൽ വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഈ ഒരു പ്രോബ്ലത്തിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 8,000ഉം സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് 5,000. നെക്സ്റ്റ്, ആവറേജ് ക്രെഡിറ്റ് ഗിവൻ ഇൻലാൻഡ് സെയിൽസ് ആൻഡ് എക്സ്പോർട്ട് സെയിൽ. സോ ഇവിടെ രണ്ട് തരത്തിലുള്ള സെയിലുണ്ട്, ഒന്ന് എക്സ്പോർട്ട് സെയിലുണ്ട്, ഒന്ന് ഇവിടെ ഇൻലാൻഡ് സെയിൽസും ഉണ്ട്. 3,12,000 ആണ് ഇൻലാൻഡ് സെയിൽസ് വരുന്നത്, ഇതിൽ 6 weeks ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡെറ്റേഴ്സ് കൺസേൺ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റിലെ രണ്ടാമത്തെ ഐറ്റം ഡെറ്റേഴ്സ് കൺസേൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ 3,12,000 ഇൻറ്റു 6 weeks ക്രെഡിറ്റ് ആണ് വരുന്നത്, ശരിയല്ലേ? സോ 6/52 വേണം ചെയ്യാനായിട്ട്. സോ 3,12,000 ഇൻറ്റു 6 ഒരു വർഷത്തിൽ 52 ആഴ്ചയാണുള്ളത്, സോ 6/52. നെക്സ്റ്റ്, ഡെറ്റേഴ്സിൽ തന്നെ രണ്ടാമത്തെ എക്സ്പോർട്ട് സെയിൽസ് 78,000 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 52. ക്ലിയർ ആണല്ലോ? സോ ഡെറ്റേഴ്സിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ഒന്ന് ഇൻലാൻഡ് സെയിൽസ് 3,12,000 ഇൻറ്റു 6/52 ആൻഡ് എക്സ്പോർട്ട് സെയിൽസ് 78,000 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 52. നെക്സ്റ്റ്, ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് വരുന്നത്, ഇറ്റ് ഈസ് എ കറണ്ട് ലയബിലിറ്റി. വേജസ് ആണ് ഫസ്റ്റ് വരുന്നത്, 2,60,000 ആണ് വേജസ് തന്നിട്ടുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് ഇവിടെ കൺസേൺ ചെയ്യുമ്പോൾ 1.5 weeks ആണ്. സോ 2,60,000 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 52. നെക്സ്റ്റ്, സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത്, 1.5 month 48 ആണ് വരുന്നത്. സോ ഇവിടെ വരുന്നത് 48,000 ഇൻറ്റു 1.5 months ആണ്, സോ 1.5 ഡിവൈഡഡ് ബൈ 12. നെക്സ്റ്റ് വൺ, റെൻറ്റ്, റോയൽറ്റി എക്സെട്ര 6 months ആണ് വരുന്നത്, സോ 10,000 ഇൻറ്റു 6/12. ക്ലറിക്കൽ സ്റ്റാഫ് ഹാഫ് മന്ത് ആണ് വരുന്നത്, സോ 62,400 ഇൻറ്റു 0.5/12. നെക്സ്റ്റ്, മാനേജർ ഹാഫ് മന്ത് തന്നെയാണ്, 4,800 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 12. മിസ്ലേനിയസ് എക്സ്പെൻസസ് 1.5 months ആണ്, സോ 48,000 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 12 ആണ് വരുന്നത്. പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് ചെയ്ത് കൊടുത്തതാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസസ് ആണ് അല്ലേ, എക്സ്പെൻസ് ആണ്. സോ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് എന്തായിട്ടാണ് വരുന്നത്, കറണ്ട് അസറ്റ് ആണ്. സോ നാലാമത്തെ ഐറ്റം കറണ്ട് അസറ്റ് ആണ്, പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ്. ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്വാർട്ടർലി ആണ്, സോ 3/12 ആണ് വരുന്നത്, 8,000 ഇൻറ്റു 3/12. ലാസ്റ്റ് വൺ, അൺഡ്രോൺ പ്രോഫിറ്റ് ഓൺ ദ ആവറേജ് ത്രൂ ഔട്ട് ദ ഇയർ 11,000 ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എസ്റ്റിമേഷനിൽ പ്രോഫിറ്റ് ഒരിക്കലും കൺസേൺ ചെയ്യില്ല. സോ 5th one കൺസേൺ ചെയ്യേണ്ട. സെറ്റപ്പ് യുവർ കാൽക്കുലേഷൻ ഫോർ ദ ആവറേജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. സോ ഇതൊക്കെയാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും. ഇതിൻ്റെ കൂടെ 10% ടു യുവർ കമ്പ്യൂട്ടഡ് ഫിഗർ ഫോർ അലൗ ഫോർ കണ്ടിജൻസീസ്. സോ ഇതിൻ്റെ കൂടെ എത്രയാണോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ 10% കൂടി ആഡ് ചെയ്താലാണ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കിട്ടുക. സോ ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ തന്നെ നോട്ടിൽ പ്രിപ്പയർ ചെയ്യുക. പർട്ടിക്കുലർ കോളം എമൗണ്ടിന് ഇന്നർ കോളം ഔട്ടർ കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ചെറിയൊരു കാൽക്കുലേഷൻ വരും. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ദർ ഈസ് എ റെഗുലർ പ്രൊഡക്ഷൻ ഓർ സെയിൽസ് സൈക്കിൾ എന്ന് തന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ വേജസ് ആൻഡ് ഓവർ ഹെഡ് എക്രൂഡ് ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ദർ ഈസ് റെഗുലർ പ്രൊഡക്ഷൻ ഓർ സെയിൽസ് സൈക്കിൾ, വേജസ് ആൻഡ് ഓവർ ഹെഡ് എക്രൂഡ് ഈവൻലി. സോ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 100% ആയിട്ട് എടുക്കണം. ദെൻ ബാക്കി രണ്ട് കാര്യങ്ങളാണുള്ളത്, വേജസും അതേപോലെ തന്നെ ഓവർ ഹെഡും 50% വേണം എടുക്കാനായിട്ട്.
അതായത് ഇപ്പോൾ കറണ്ട് അസറ്റ് എടുക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റിൽ നിങ്ങൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാൽക്കുലേഷൻ ഇല്ലേ, ഈ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാൽക്കുലേഷൻ മെറ്റീരിയൽ നോർമൽ രീതിയിൽ കാണാം. വേജസ് എടുക്കുമ്പോൾ ഇൻറ്റു 1/2 ആൻഡ് ഓവർ ഹെഡ് എടുക്കുമ്പോൾ ഇൻറ്റു 1/2 അല്ലെങ്കിൽ 50/100. സോ 50/100 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. സോ ഇങ്ങനെ വേണം കാൽക്കുലേഷനിൽ വരാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തരിക അല്ലെങ്കിൽ രണ്ടെണ്ണം ഒന്നിച്ച് തന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ മാത്രം വരുന്ന ഒരു കാൽക്കുലേഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ റോ മെറ്റീരിയൽ അങ്ങനെ തന്നെ വേജസിലും ഓവർ ഹെഡിലും പകുതി വേണം എടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷനിലെ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അപ്പോളോ ഇന്ത്യ ലിമിറ്റഡ് ഫോർ ദ ഇയർ 2015. Production for the year 69,000. Finished goods in stock 3 months. Raw material in stores 2 months consumption. Production process 1 month. Credit allowed by creditors 2 months. Credit given to debtors 3 months. Selling price per unit ₹50. Raw material 50% of selling price. Direct wages 10% of selling price. Overhead 20% of selling price. There is regular production and sales cycle. Wages and overhead accrue evenly. Wages are paid in the next month of accrual. Materials are introduced at the beginning of the production cycle. You are required to calculate the working capital requirements. So ഇതാണ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഞങ്ങൾക്ക് ഇവിടെ റെഗുലർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് സൈക്കിൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേജസ് ആൻഡ് ഓവർ ഹെഡ് അക്രൂഡ് ഈവൻലി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാൽക്കുലേഷൻ കാണുമ്പോൾ റോ മെറ്റീരിയലിന് 100%. സോ അതിൽ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ബാക്കി രണ്ട് കാര്യങ്ങൾ, അതായത് ഡയറക്റ്റ് വേജസും ഓവർ ഹെഡ് എടുക്കുമ്പോൾ ഹാഫ് ആണ് എടുക്കാനായിട്ട്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഫോർ ദ ഇയർ 69,000 ആണ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ വരുന്നത്. നെക്സ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക്. സോ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ആണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് 3 months. റോ മെറ്റീരിയൽ ഇൻ സ്റ്റോഴ്സ് 2 months കൺസംഷൻ. കറണ്ട് അസറ്റിലെ ക്ലോസിംഗ് സ്റ്റോക്കിലെ ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ 2 months കൺസംഷനാണ്. പ്രൊഡക്ഷൻ പ്രോസസ് 1 month. സോ ഇവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ 1 month നിൽക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് 1 month ആണ് വരുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിലെ 3 കാര്യങ്ങൾ കിട്ടി. ഒന്ന് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്. സോ ഇത് കറണ്ട് ലയബിലിറ്റി ആണ്, 2 months ആണ്. ക്രെഡിറ്റ് ഗിവൺ ടു ഡെറ്റേഴ്സ് 3 months. ഇത് കറണ്ട് അസറ്റിലെ നെക്സ്റ്റ് ഐറ്റം ആണ്. ഡെറ്റേഴ്സ് ആണ് 3 months. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50 rupees ആണ്. അപ്പോൾ 69,000 യൂണിറ്റ് 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. റോ മെറ്റീരിയൽ 50%. സോ ഇവിടെ 50 rupeesലെ 50% സെല്ലിംഗ് പ്രൈസിൻ്റെ 50% റോ മെറ്റീരിയൽ കോസ്റ്റാണ്. 10% ഡയറക്റ്റ് വേജസ് ആണ്. 20% ഓവർ ഹെഡ് ആണ്. സോ ഇവിടെ ടോട്ടൽ 50 + 10 60 + 20 80. ബാക്കി 20% പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് എടുക്കേണ്ട 50 rupeesൻ്റെ 50% എടുത്താൽ മതി റോ മെറ്റീരിയൽ കാണുമ്പോൾ. 50 rupeesൻ്റെ 10% എടുത്താൽ മതി ഡയറക്റ്റ് വേജസ് കാണുമ്പോൾ. 50 rupeesൻ്റെ 20 എടുത്താൽ മതി ഓവർ ഹെഡ് കാണുമ്പോൾ. ഇനി വേജസ് ആർ പെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത് ഓഫ് അക്രൂവൽ. സോ വേജസ് എന്നാണോ ഡ്യൂ ആണത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. സോ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് വരുന്നുണ്ട്, അത് കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് അസറ്റ്, ഇതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. 69,000 യൂണിറ്റിന് 50 രൂപ വെച്ചിട്ട്. അപ്പോൾ 69,000 × 50 ആണ് വരുന്നത് ടോട്ടൽ സെയിൽസ് ആയിട്ട് കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ ആണ്. റോ മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. റോ മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷൻ 69,000
ഇൻറ്റു 50 ആണ് സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ 50% ആണ് റോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ 69,000 ഇൻറ്റു 50% ഇൻറ്റു എത്ര മാസമാണ് ഇത് സ്റ്റോറിൽ കിടക്കുന്നത്? 2 months ആണ് കിടക്കുന്നത്. സോ ഇൻറ്റു 2/12. സോ അതിൻ്റെ കാൽക്കുലേഷൻ റോ മെറ്റീരിയൽ 69,000 ഇൻറ്റു 50. ഇത് കോമൺ ആണ്, എല്ലാത്തിലും ഉണ്ടായിരിക്കും 69,000 ഇൻറ്റു 50 എന്നുള്ളത്. എന്നാലും നിങ്ങൾക്കത് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഫിഗർ വെച്ചിട്ട് ചെയ്യാം. ഞാൻ എല്ലാത്തിലും 69,000 ഇൻറ്റു 50 ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങളുടെ കാൽക്കുലേഷൻ ഒന്ന് നോക്കുക. 69,000 ഇൻറ്റു 50 ഇൻറ്റു 50% ആണ് റോ മെറ്റീരിയൽ ഇൻറ്റു 50/100 ഇൻറ്റു 2/12. ദാറ്റ് ഈസ് 2,87,500. ഇതാണ് റോ മെറ്റീരിയൽ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലോസിംഗ് സ്റ്റോക്കിലെ റോ മെറ്റീരിയൽ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 month ആണ്. അപ്പോൾ 69,000 ഇൻറ്റു 50. ഫസ്റ്റ് വൺ വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ 50% ആണ്. സോ 50/100. ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എത്ര നിൽക്കണേ? ഇൻറ്റു 1/12. ഇതാണ് കാൽക്കുലേഷൻ വരുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഡയറക്റ്റ് വേജസും ഓവർ ഹെഡ് എടുക്കുമ്പോൾ 1/2 വേണം എടുക്കാനായിട്ട്, അതായത് 50% വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ കാണാം. 69,000 ഇൻറ്റു 50 ഡയറക്റ്റ് വേജസ് ഇൻറ്റു 10/100 ഇൻറ്റു 1/12 ഇൻറ്റു 1/2 വരും. സോ അതിൻ്റെ കാൽക്കുലേഷനാണ്. ഡയറക്റ്റ് വേജസിൻ്റെ വരുന്നത് 69,000 ഇൻറ്റു 50. ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ 10% ആണ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിന് 10% ആണ് ഡയറക്റ്റ് വേജസ്, അതുകൊണ്ടാണ് 10/100. ഇവിടെ 50% ആയിരുന്നു റോ മെറ്റീരിയൽ, ഇവിടെ 10% ആണ് ഡയറക്റ്റ് വേജസ്. സോ 10/100 ഇൻറ്റു 1/12 ഇൻറ്റു പകുതി വേണം എടുക്കാനായിട്ട് ഇൻറ്റു 1/2. ഇതേപോലെ തന്നെയാണ് ഓവർ ഹെഡ് വരുന്നത്. 69,000 ഇൻറ്റു 50 ഇൻറ്റു 20% ആണ് ഇവിടെ തന്നിട്ടുണ്ടോ ഓവർ ഹെഡ് 20%. സോ ഇവിടെ 20/100 ഇൻറ്റു 1/12 ഇൻറ്റു 1/2 ഹാഫ് വേണം എടുക്കാനായിട്ട്. ഈ ഹാഫ് എടുക്കുന്നത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ 2 സെൻറ്റൻസ് തന്നിട്ടുള്ളത് കാരണമാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻറ്റു 1/2 കൺസേൺ ചെയ്യേണ്ടൂ, അല്ലെങ്കിൽ ഈ 1/2 വരില്ല. നോർമൽ കേസിൽ ഇൻറ്റു 1/12 ആണ് വരാം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടി. അടുത്ത ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. സോ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് 3 months ആണ്. സോ 69,000 ഇൻറ്റു 50 അല്ലേ, ഇൻറ്റു 50/100 ഇൻറ്റു 3/12. സോ അതാണ് റോ മെറ്റീരിയൽ വരുന്നത്. ഇതേപോലെ തന്നെ ഡയറക്റ്റ് വേജസ് എടുക്കുമ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്. നിങ്ങൾ നോക്കിയാൽ ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ റോ മെറ്റീരിയൽ 10/100, ഇവിടെ 20/100 വരും. 3/12 തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിലെ 3 കാറ്റഗറി ഉണ്ടായിരുന്നു. റോ മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ഈ 3 കാറ്റഗറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കറണ്ട് അസറ്റിലുള്ളത് ക്രെഡിറ്റ് ഗിവൺ ടു ഡെറ്റേഴ്സ് 3 months ആണ്. സോ ഇത് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ഗിവൺ ടു ഡെറ്റേഴ്സ് 3 months ആണ് വരുന്നത്. സോ അതിൻ്റെ കാൽക്കുലേഷൻ 69,000 ഇൻറ്റു 50 ഇൻറ്റു 50/100 ഇൻറ്റു 3/12. ഓക്കെ. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 3 കൂടിയിട്ട് ഒന്നിച്ച് കാണാം. 69,000 ഇൻറ്റു 50 ഇൻറ്റു 50 പ്ലസ് 10 60 പ്ലസ് 20 80. സോ 69,000 ഇൻറ്റു 50 ഇൻറ്റു 80/100 ഇൻറ്റു 3/12 ചെയ്താലും നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഒന്നിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടുന്നത്. സോ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ് 18,54,375. ഇനി നമുക്ക് ഇവിടെ കറണ്ട് ലയബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് ആണ് 2 months. സെക്കൻഡ് വൺ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് വേജസ് ആർ പെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത് ഓഫ് എക്രൂവൽ. ഈ 2 കാര്യങ്ങളാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്. സോ അതിൻ്റെ കാൽക്കുലേഷൻ 69,000 ഇൻറ്റു 50 ഇൻറ്റു 50/100. ഇവിടെ 2 months ആണ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസിൻ്റെ വേണം എടുക്കാനായിട്ട്. സോ ഇൻറ്റു 10/100 ഇൻറ്റു 1 month ആണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആയിട്ട് വരുന്നത്. സോ ഇൻറ്റു 1/12. ഇതാണ് കറണ്ട് ലയബിലിറ്റി. ഇത് രണ്ടിൻ്റെയും ടോട്ടലാണ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി വരുന്നത്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇതെന്ന് ടോട്ടൽ എ മൈനസ് ടോട്ടൽ ബി, അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 15,38,125 ആണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.